ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും എൻ്റെ ഫാമിലിയും അടിപൊളിയായിട്ടിരിക്കുന്നു. ടു ഡേയ്സ് ആയി എന്ന് തോന്നുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ട്. ബിക്കോസ് കണ്ടൻ്റ് ഒന്നും ഇല്ല, ഒന്നുമില്ല, വീട്ടിൽ തന്നെ ആയിരുന്നു, പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് ഇന്ന് നമ്മുടെ ലാലേട്ടൻ്റെ പുതിയ മൂവി ഇറങ്ങിയത്, ഹൃദയപൂർവ്വം. ഹൃദയപൂർവ്വം കാണണോ ലോക കാണണോ എന്നുള്ള ഡൗട്ടിലായിരുന്നു. അമ്മയ്ക്ക് കുറച്ച് ഭയങ്കര ഫാമിലി ഓറിയൻറ്റഡ് മൂവി കാണാനാണ് താല്പര്യം. അപ്പം അങ്ങനെയാണ് നമ്മൾ ഹൃദയപൂർവ്വം കാണാൻ വേണ്ടി പോയത്. വളരെ അടിപൊളി മൂവിയായിരുന്നു എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഫാമിലിയിൽ തന്നെ നടക്കുന്ന ഭയങ്കര നാച്ചുറലായിട്ട് വരുന്ന കോമഡീസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫസ്റ്റ് ഹാഫിലേക്ക് ചിരിച്ച് വയ്യാണ്ടായി. അത്രയ്ക്ക് അമ്മ കൈൻഡ് ഓഫ്, ശരിക്കും അമ്മയാണ് റിയലി എൻജോയ് ചെയ്തത് മൂവി ഭയങ്കരമായിട്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം തിയേറ്ററിൽ ഐ തിങ്ക് എന്ന് വെച്ചാൽ അമ്മയ്ക്ക് എക്കോ അടിച്ച് കേൾക്കും, ചിരി കേൾക്കും. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ചില സീൻസൊക്കെ വന്നപ്പോഴത്തേക്ക് കൺട്രോൾ ഇല്ലാണ്ടായിരുന്നു ചിരി. അപ്പം അത്രയും അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് വന്നിട്ട് ഭയങ്കര ഒരു ഇമോഷണൽ, അറിയാണ്ടൊക്കെ കണ്ണീരൊക്കെ വന്നു പോവും. ഭയങ്കര ഹാർട്ട് ടച്ചിങ് കുറച്ച് സീൻസ് എനിക്ക് തോന്നി. ഓവറോൾ അടിപൊളി മൂവിയായിരുന്നു. തീർന്നത് അറിഞ്ഞില്ല. ഇനി അടുത്തത് ലോക കാണാൻ പോകണം. ലോക ഇനി ഇപ്പോൾ ഫുള്ളി ഒക്കുപ്പൈഡ് ആണല്ലോ സീറ്റ്സൊക്കെ. അപ്പോഴത്തേക്ക് ഇനി നാളെ കാണാൻ ടിക്കറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ നാളെ ടിക്കറ്റ് അല്ലെങ്കിൽ മറ്റന്നാൾ എടുക്കണം. ആസ് സൂൺ ലോക്കയും കാണും. എന്നാലേ ആ ഇറങ്ങിയ ഉടനെ ആ സിനിമ കാണാനുള്ള ആ ഒരു ഇറങ്ങിയ ഉടനെ കണ്ടാലേ ആ സിനിമയ്ക്കൊരു ഇതുള്ളൂ. കുറേ കഴിഞ്ഞൊക്കെ ആകുമ്പോൾ നമ്മളെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചെറിയ കഥകൾ കേൾക്കാൻ തുടങ്ങും. സോ ഐ തോട്ട് എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ അത്രയും ചൂടോടെ നമുക്ക് പോയി സിനിമ കാണാം. എല്ലാവരും ഹൃദയപൂർവ്വം കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടിപൊളി മൂവിയായിരുന്നു. ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാം. നല്ല വൈബുള്ള നല്ലൊരു സിനിമ. ഇത്രയും നാളും ഇറങ്ങിയ സിനിമകളിൽ വെച്ചിട്ട് നല്ലൊരു പടം. കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാൻ എനിക്കറിയില്ല. എന്നുവെച്ചാൽ ലാസ്റ്റ് കുറേ സിനിമ ഇറങ്ങിയല്ലോ. എന്തൊക്കെയായിരുന്നു ലാസ്റ്റ് ഇറങ്ങിയ? സുമതി വളവ്, സൂ ഫ്രം സോ, പിന്നെ എന്തായിരുന്നു, തുടരും. അതിനിടയിലും ഇൻ ബിറ്റ്വീൻ കുറേ സിനിമയൊക്കെ ഇറങ്ങിയായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു നല്ലൊരു കോമിക് എന്ന് പറയുന്നില്ല, ഫാമിലി ഓറിയൻറ്റഡ്, എല്ലാവർക്കും ഒരുപോലെ നമുക്ക് ആ വൈബ് ഫീൽ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു മൂവിയായിരുന്നു. പിന്നെ എൻ്റെയും എൻ്റെ അമ്മയുടെയും പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ കൂടുതൽ അറിയണമെങ്കിൽ അമ്മയുടെ അടുത്ത് തന്നെ ചോദിക്കണം. അതിനി എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ അമ്മയുടെ ഒരു റിവ്യൂവും കൂടെ ഞാൻ ഇടാം. ഫ്രീ ആയിരിക്കും, ബട്ട് സ്റ്റിൽ അമ്മയുടെ സമയം കൂടി നോക്കി. എല്ലാവരും ഇത് ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇറ്റ്സ് ഓക്കെ ഗായ്സ്, ഗുഡ് നൈറ്റ്. ഇത്രയും നേരം എന്നെ സഹിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. ബൈ.